ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ശ്രീകൃഷ്ണ ലീലാ സംഗ്രഹമാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാസമർപ്പണം ചെയ്യുക എന്ന ഒരേ ഒരു തത്വം കൊണ്ട് എല്ലാ ധർമ്മതത്വങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മതത്വം സംസ്ഥാപിച്ചു എന്നതാണ് കൃഷ്ണാവതാരത്തിൻ്റെ 5ാമത്തെ വിശിഷ്ട ഗുണം. വേദഗ്രന്ഥങ്ങളിൽ 20 തരം ധർമ്മതത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവ ഓരോന്നും വിവിധ ശാസ്ത്രങ്ങളിൽ വിവരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ യുഗത്തിലെ ബദ്ധാത്മാക്കളോട് വളരെയേറെ കരുണയുള്ളയാളാണ് ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ടാണ് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് തന്നെ ശരണം പ്രാപിക്കാൻ അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തത്. ഈ കലിയുഗത്തിൽ ധർമ്മത്തിൻ്റെ 3/4 പങ്കും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നാം പറയാറുണ്ട്. കഷ്ടിച്ച് 1/4 ഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ കലിയുഗത്തിന്റെ ഈ പോരായ്മ പൂർണ്ണമായിട്ടും നികത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ധർമ്മപ്രക്രിയ അത്യന്തം സരളമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ഉരുവിട്ട് അദ്ദേഹത്തിന് അതീന്ദ്രിയ സേവനം ചെയ്യുക മാത്രമേ വേണ്ടൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപത്തിലൂടെ ആധ്യാത്മിക ലോകത്തിൽ എത്തിച്ചേരുക എന്ന ധർമ്മതത്വത്തിന്റെ സർവോന്നതമായിരിക്കുന്ന ഫലം നേടാൻ സാധിക്കും. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണന്റെ അവതാര നേട്ടം എളുപ്പം കണക്കാക്കാനും തൻ്റെ അവതാരത്തിലൂടെ ലോകജനതയ്ക്ക് അദ്ദേഹം നൽകുന്ന സമാശ്വാസം സാധാരണമല്ലെന്നും മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് വളരെ ലളിതമായ ആ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താനുള്ള മാർഗത്തെയാണ് ഭഗവാൻ നമുക്ക് പ്രത്യക്ഷത്തിൽ അവതാരമെടുത്തുകൊണ്ട് ഒരു മനുഷ്യ കുലധർമ്മം എപ്രകാരം പാലിക്കണമെന്ന് കാണിച്ചു തന്നത് എന്നർത്ഥം. അത് കാണിച്ചു തന്നത് നമ്മൾ വേണ്ട വിധത്തിൽ ഇന്നും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഈ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുവട്ടം നോക്കുമ്പോൾ നമുക്ക് അറിയാതെ പോകുന്നത്. യഥാർത്ഥത്തിൽ പൂർണ്ണ അവതാരത്തിൻ്റെ ഒരു മനുഷ്യ കുലധർമ്മം സനാതനമായിരിക്കുന്ന സംസ്കാരത്തെ ഉണർത്തിക്കൊണ്ട് എപ്രകാരം ജീവപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ ജീവൻ മുക്തിഭാവത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് 125 വയസ്സിലൂടെ കൃഷ്ണ ഭഗവാൻ നമ്മളെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നു. അതിനുള്ള സാരോപദേശം അർജുനൻ നിമിത്തമായിക്കൊണ്ടും ഉദ്ധവരും നിമിത്തമായിക്കൊണ്ടും ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും ഒക്കെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ട വിധത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് കലിയുടെ അതിപ്രസരത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അഴിമതിയെ പറ്റിയോ ഇല്ല ആക്രമണങ്ങളെ പറ്റിയോ ഇല്ലെങ്കിൽ നമുക്ക് കലി ബാധിച്ചിരിക്കുന്ന സ്ഥാനങ്ങളെ പറ്റിയൊക്കെ വിശകലനം ചെയ്ത് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും എങ്കിൽ തന്നെയും അത് യഥാവിധി നമ്മൾ ഓരോരുത്തരും വീണ്ടും വിചാരം ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ മുക്തി ഭാവത്തിലേക്ക് എങ്ങനെ എത്താം എന്ന് ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തി ആ മാർഗത്തെ തിരയേണ്ടതും ആ മാർഗം സ്വീകരിക്കേണ്ടതുമാണ്. നമ്മൾ പരസ്പരം വിമർശിക്കുകയോ ഇല്ലേ തർക്കവിതർക്കങ്ങൾക്കോ കാരണങ്ങൾക്ക് 4 പേര് കൂടി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ സർക്കാർ ചെയ്യുന്ന അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനങ്ങളും വിമർശന ബുദ്ധികളും തർക്കവിതർക്കങ്ങളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. എവിടെയെങ്കിലും 4 പേര് കൂടിയാൽ ഇതൊക്കെയാണ് ചർച്ചാ വിഷയം. അത് മാധ്യമങ്ങളിലും അതിങ്ങനെ ഡിബേറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ കലിയുഗ ധർമ്മത്തിൽ 75% ഇതൊക്കെ തന്നെ നടക്കൂ. നമ്മളതിനെ വിമർശിച്ചിട്ടോ അതിൻ്റെ ന്യായാന്യായങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് മിഥ്യാചാരം വെറുതെ ഇരുന്ന് ആലോചിച്ച് അതും നമ്മുടെ എനർജി വേസ്റ്റാക്കിക്കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഇതൊക്കെ ഈ കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂന്ന് ഭാഗവതം തന്നെ മഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥ 75% അധർമ്മം അഥറൈസ്ഡ് ആണ്. ഈശ്വരൻ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതാണ്. അത് എത്രയൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, അത് നേരെയാക്കാൻ ശ്രമിക്കുന്നത് മഹാവിഡിത്തമാണ്.
പക്ഷേ നമ്മുടെ വ്യവസ്ഥിതി, നമ്മൾ ഇന്നും ഇതുപോലെയൊക്കെ ജീവിച്ചു പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം 25% ധർമ്മ വ്യവസ്ഥിതി ഈശ്വരൻ സ്റ്റേബിലിറ്റിയോടുകൂടി നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. ഈ വിമർശന ബുദ്ധിയോടായാലും തർക്കവിതർക്കങ്ങൾക്കൂടി ആയാലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും വേണ്ടില്ല, കലിയുടെ പ്രഭാവം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ 25% ധർമ്മത്തിൻ്റെ വ്യവസ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കണം. അതിന് കോട്ടം വരാതെയാണ് ഭഗവാൻ പോലും ശ്രദ്ധിക്കുക. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന ആക്ഷൻ ഭഗവാൻ എടുക്കുന്നത് ഈ 25% ധർമ്മം നമ്മുടെ ഉള്ളിലോ പ്രവൃത്തിയിലോ ഇല്ലെ പ്രകൃതിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിന് ക്ഷതം വരാതിരിക്കാനുള്ള പ്രക്രിയ ഭഗവാൻ ചെയ്യും. ഇത് നമ്മൾ എത്രയൊക്കെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. ഈശ്വരൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലും 75% തരുമ്പോൾ ഈ 25% പോലും തൊട്ട് കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് സമ്മതിക്കില്ല. അതിനു വേണ്ടി ശ്രമിക്കുന്നവരെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്ന 10ാമത്തെ സൃഷ്ടിയുടെ പ്രയോഗം അവിടെ നടക്കുക അർത്ഥം. അതും പ്രകൃതിയെ സംഭവിക്കും. ഭഗവാൻ പ്രത്യേകിച്ചൊരു കൽക്കി ആ വാളെടുത്തുകൊണ്ട് വരേണ്ട സമയമൊന്നും ആയിട്ടില്ല. കലിയുഗത്തിന്റെ അന്ത്യത്തിലേക്കാണ് പോകുക. അന്ത്യം എന്ന് പറയുന്നത് ആദ്യപാതയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ അധർമ്മത്തിന്റെ അതിപ്രസരം ഉണ്ടെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം 75% തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകും അധർമ്മത്തിന്റെ മാർഗം. അതായത് 4,32,000 വർഷവും കടന്നു പോകുന്നത് നമ്മൾ ഈ കലിയുടെ അതിപ്രസരത്തിലൂടെ തന്നെയായിരിക്കും. 75% അധർമ്മമേ നടക്കൂ. എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുക? നമ്മൾ ഇത് നേരെയാക്കാൻ ശ്രമിച്ചിട്ട് ഇനി കോടതിയല്ല, പോലീസല്ല, ഏത് ലോകപട്ടാളം വന്നാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂ. കാരണം കലിയുഗ ധർമ്മത്തിന്റെ വ്യവസ്ഥിതി അതാണ്. ആർക്കും മാറ്റം വരുത്താൻ സാധ്യമല്ല. അപ്പൊ അതിനെ വെറുതെ വിമർശിച്ച് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ? കാരണം കർത്ത. നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിലുള്ള 25%നെ ഉയർത്തിക്കൊണ്ടുവന്ന് അതനുസരിച്ചുകൊണ്ട് അതിൻ്റെ പ്രയോഗത്തിൽ നമ്മൾ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏകമായിട്ടുള്ള കരണീയമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ആധ്യാത്മിക ബോധമുള്ളവർ, യഥാർത്ഥത്തിൽ ആധ്യാത്മിക ബോധത്തിലേക്ക് എത്തുന്നവർ, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിചിന്തനം നടത്തുന്നവർ, നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുള്ള 25%ന് കോട്ടം വരാതെ ശ്രദ്ധിച്ചുകൊള്ളുക. ഈ പറയുന്ന 75% നമ്മുടെ മുമ്പിൽ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മളെ തൊട്ട് കളിക്കാൻ സാധ്യമല്ല. ഇത് മാത്രമേ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളൂ. ഇത്ര ലളിതമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് രക്ഷാകവചം ഉണ്ടാക്കാൻ വേറൊരു പാരായണോ ഒരു സാധ്യായനോ ഇതൊന്നും ആവശ്യമില്ല. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രം ജപിച്ചിരിക്കുന്ന ആളെ ഈ ഒരു കാരണവശാലും കലി 5 സ്ഥാനങ്ങളിൽ നമ്മുടെ ചുറ്റും വന്ന് നിന്നാലും അതിന് നമ്മളെ ബാധിക്കാൻ സാധ്യമല്ല. അത് ഭഗവാൻ വെളിപ്പെടുത്തി തരിക ചെയ്തത്. ഭഗവാൻ ഇത്രയൊക്കെ അസുരന്മാരുടെ ഇടയിലും ആ ജരാസന്ധനെ പോലെയുള്ള ഒരു 17 പ്രാവശ്യം സൈന്യാധിപ ഇല്ലെങ്കിൽ സർവ്വസന്നാഹം കൊണ്ട് വിദേശികളുടെ വരെ കൂട്ടുപിടിച്ചിട്ട് ആക്രമിക്കാൻ വന്നിട്ടും ജരാസന്ധന് ഭഗവാനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതൊക്കെ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ഭക്തനെ ആക്രമിക്കാൻ ശ്രമിച്ച ഇല്ലെങ്കിൽ ശപിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച അംബരീഷന് വരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അല്ല, അംബരീഷനെ ദുർവാസാവിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇവിടേക്കാണ് നമ്മൾ കലിയുഗത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ 5200 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി എത്ര കഥകൾ എഴുതാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മികയിൽ പ്രവർത്തിക്കുന്നത് വരെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് വരെ കലി ബാധിച്ചിട്ട് പ്രശ്നങ്ങളിൽ പോയി പെടും. അതുകൊണ്ട് ആധ്യാത്മികയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കലിയുഗത്തിൽ എളുപ്പമാണെന്ന് തോന്നും. പെട്ടെന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനൊക്കെ സാധിക്കും. കുറേ ദിവസം 41 ദിവസമൊക്കെ നാമ സങ്കീർത്തനം നടത്തുന്നവർക്ക് പെട്ടെന്ന് ഇൻഡ്യൂഷനൊക്കെ കിട്ടും. പക്ഷേ അത് ദുർവിനിയോഗം ചെയ്യാതിരിക്കാനുള്ള പ്രേരണ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കലി ബാധിക്കും. കലി ബാധിച്ചാൽ പിന്നെ പറയണ്ട, പിന്നെ വഴിതെറ്റും. യാതൊരു സംശയവുമില്ല. അങ്ങനെ എത്രയോ പേരെ നമുക്ക് ഇന്ന് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ലോകസേവാർത്ഥ എന്നും പറഞ്ഞുകൊണ്ട് പലതും ചെയ്യാൻ ശ്രമിക്കും. ആധ്യാത്മികതയിൽ വന്നിട്ട് അതൊക്കെ വികലമായി ഭവിക്കാനിടവരും. കാരണം എല്ലാം ചുറ്റുവട്ടം മുഴുവൻ കലി ബാധിച്ചവരാ. കലിയുടെ പ്രസരമാണ്, അതിപ്രസരമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ 75% അധർമ്മത്തിന്റെ സ്വഭാവമുണ്ട്. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ക്ലേശോ അധികതരശേഷാം അവ്യക്താസ ചേതസ അവ്യക്താക്കി ഗതിർ ദുഃഖം
ശരീരത്തിന് വരെ ക്ലേശമുണ്ടാകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ആധ്യാത്മികതയിൽ എളുപ്പമാണെന്ന് വിചാരിക്കും. പക്ഷേ കലിയുഗത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്, ഇതില്ലാത്തപ്പോഴോ ഒരു പേരുദോഷം. 100 കാര്യങ്ങൾ നമ്മൾ ലോകസേവയ്ക്കാന്ന് പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരബദ്ധം പറ്റിയാൽ മതി, നമ്മളെ ഈ പറയുന്ന ജനതയും ഈ പറയുന്ന പ്രശസ്തിയും പേരും ഒക്കെ പോയിട്ട് ഒന്നിനും കൊള്ളാത്തവൻ പറഞ്ഞ് നടതള്ളും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ആധ്യാത്മികയിൽ പ്രവർത്തിക്കാൻ എന്നുകൂടി ഇതിൽ നിന്ന് കൃഷ്ണാവബോധത്തിന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് നിന്നൊക്കെ ജയിച്ചു നിൽക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വഴി ഭഗവാൻ പറഞ്ഞു തന്നു. ആ ഷോഡശാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് നിത്യോപാസന ചെയ്യുക, ഊണിലും ഉറക്കത്തിലും നാമം ജപിക്കുക, മനസ്സിലെങ്കിലും ജപിക്കുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും കൃഷ്ണനെ നമിക്കുക, കൃഷ്ണനെ സ്മരിക്കുക. ഇതാണ് ഏകം കലി ബാധിക്കാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം. ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതാണ് ശരിക്കും കൃഷ്ണലീല സംഗ്രഹത്തിൽ പറയുന്നത്. ഈ 125 വയസ്സ് വരെ കൃഷ്ണൻ അവതരിച്ച് ദിവ്യ അവതാരമെടുത്ത് ജനിച്ചപ്പോൾ മുതൽ മരണം വരെ പൂർണ്ണ അവതാരത്തിൻ്റെ ധർമ്മം പൂർണ്ണമായിട്ട് ചെയ്ത് അത് പരിത്യജിച്ച് എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തി നമ്മളെ കാണിച്ചു തന്നു. നമ്മളോട് പറഞ്ഞു, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ 125 വയസ്സ് വരെ ധർമ്മത്തെ എപ്രകാരം കലിയുഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ എപ്രകാരം ആചരിച്ച് അതിന് നിലനിർത്താൻ സാധിക്കും എന്ന് പ്രത്യക്ഷത്തിൽ കാണിച്ച് തന്ന് ആ ധർമ്മം പൂർത്തീകരിച്ച് തൻ്റെ ശരീരം ത്യജിച്ച് ഈശ്വരനിലേക്ക് എത്തി എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചു പോയി എന്ന് കാണിച്ചു തന്നു. അപ്പം അതാണ് സനാതനമായ ധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യ കുലധർമ്മം. ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുണ്ട് ഇത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് ഇത് അനുസരിക്കാൻ. ഏമേ മതമിതം നിത്തം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ അനസൂയന്തോ എന്ന് പറഞ്ഞു. ഈ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് എത്രയൊക്കെ പാരായണം ചെയ്താലും ഇതിലൊക്കെ നാരായണീയം പഠിച്ചാലും വേണ്ടില്ല, ഭാഗവതം പഠിച്ചാലും വേണ്ടില്ല, രാമായണം പഠിച്ചാലും വേണ്ടില്ല. ഇതിൽ തത്വബോധം ഉണ്ടാക്കിയിട്ട് അത് അനുസരിക്കണം. അതില്ലെങ്കിൽ കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സർവോന്നതമായിരിക്കുന്ന പദവിയുടെ വിവരണം സുഖദേവ മഹർഷി പരീക്ഷത്തിന് മുമ്പിൽ തുറന്നു വച്ചു. ഭഗവാനെ കൃഷ്ണ, അവിടുത്തെ തിരുനാമം കീർത്തിക്കപ്പെടട്ടെ. അങ്ങ് പരമാത്മാ സ്വരൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അതിനാൽ അങ്ങ് ജനനിവാസൻ എന്നറിയപ്പെടുന്നു. ഭഗവത്ഗീതയിൽ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളതുപോലെ ഈശ്വര സർവഭൂതാനാം ഹൃദയേഷു അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി ഇന്ദ്രാരൂഢാനിമായ. നമ്മുടെ തോളിലും തുരുമ്പിലും നമ്മുടെ ഹൃദയത്തിലും എന്ന് വേണ്ട ഓരോ കോശങ്ങളിലും പോലും ആ അംശമാണ് ജീവനായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ജീവനാണ് നമ്മളെപ്പോലെ എല്ലാ ഭൂതങ്ങളിലും നിലനിന്നുകൊണ്ട് അവരുടെയൊക്കെ വിടാതെ അതിനെയൊക്കെ യന്ത്രത്തെ പോലെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സർവേശ്വരനെ പരമാത്മാ സ്വരൂപത്തിലിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ജീവസ്വരൂപേണ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം പരമപുരുഷൻ എന്ന നിലയിൽ കൃഷ്ണന് സ്വന്തമായിട്ട് അസ്തിത്വം ഇല്ലെന്നല്ല. മായാവാദികൾ ബ്രഹ്മത്വത്തിൻ്റെ അഥവാ സർവേശ്വരന്റെ സർവ്വവ്യാപിത്വം അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ പരബ്രഹ്മം അഥവാ സർവേശ്വരൻ അവതരിക്കുമ്പോൾ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് എന്ന് അവർ കരുതുന്നു. ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത് ദേവകിയുടെ പുത്രനായിട്ടാകയാൽ ഭൗതിക ലോകത്ത് പിറക്കുന്ന ഒരു സാധാരണ ജീവാത്മാവായിട്ട് മാത്രമേ മായാവാദികൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുള്ളൂ. അതിനാൽ സുഖദേവ മഹർഷി ദേവകി ജന്മവാദനാണ് കൃഷ്ണൻ എന്ന് അവരെ താക്കീത് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ദേവകി പുത്രൻ എന്ന പ്രസിദ്ധനാണെങ്കിലും യഥാർത്ഥത്തിൽ കൃഷ്ണൻ പരമാത്മാവ് തന്നെയാണ്. അഥവാ സർവവ്യാപിയായിരിക്കുന്ന പരമപുരുഷനാണ് കൃഷ്ണനായിട്ട് പിറന്നത് ദേവകിക്ക്. എന്നാൽ ദേവകി ജന്മവാദൻ എന്ന പദത്തിന് ഭക്തന്മാർ മറ്റൊരർത്ഥമാണ് നൽകുന്നത്. കൃഷ്ണനെ യശോദയുടെ പുത്രനായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത് അഥവാ മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യം ദേവകിയുടെ പുത്രനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും അദ്ദേഹം യശോദയുടെ മടിയിലേക്ക് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബാലലീലകളെല്ലാം പരമാനന്ദത്തോടെ ആസ്വദിച്ച യശോദയും നന്ദമഹാരാജാവുമാണ്. കുരുക്ഷേത്രത്തിൽ വെച്ച് നന്ദനെയും യശോദയെയും കണ്ടപ്പോൾ വസുദേവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതുമാണത്.
ആ വസ്തുത. കൃഷ്ണനും ബലരാമനും വാസ്തവത്തിൽ യശോദാമാതാവിൻ്റെയും നന്ദമഹാരാജാവിൻ്റെയും പുത്രന്മാരെന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. വസുദേവരും ദേവകിയുടെ അവരുടെ ഔദ്യോഗിക മാതാപിതാക്കൾ മാത്രമാണ്. നന്ദനും യശോദയുമാണ് യഥാർത്ഥ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് സുഖദേവ ഗോസ്വാമി അദ്ദേഹത്തെ, കൃഷ്ണനെ ദേവകി ജന്മവാദൻ എന്ന് പറയുന്നു. എന്നിൽ ജന്മമെടുത്ത് എന്ന് വാദിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ ഭഗവാന്റെ ചെറുപ്പം മുതലുള്ള അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതലുള്ള ബാലലീലകളെല്ലാം കണ്ടതും ആസ്വദിച്ചതും സ്വന്തം അമ്മ എന്ന് കരുതി മാനുഷിക തലത്തിൽ പോലും ചിന്തിച്ചാൽ യശോദാമ്മയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ അമ്മ എന്ന് തോന്നുമാറാണ് അവിടെ വൃന്ദാവനത്തിൽ കഴിഞ്ഞു പോകുന്നത് എന്നർത്ഥം. ഭഗവാൻ മായയ്ക്ക് അതീതമായിട്ട് ജനിച്ചത് കൊണ്ട് അങ്ങനെ ഒരു നിമിത്തമാണ് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു കുട്ടി ഒരമ്മയുടെ വയറ്റിൽ പിറന്നു എന്നതുകൊണ്ട് മാത്രം ആ അമ്മ അമ്മയാകുന്നില്ല. ജന്മ അവകാശം പറയുന്നത് ജന്മനാലാണെങ്കിലും അതിനെ ഏതൊരമ്മയാണോ വളർത്തി പരിപാലിച്ച് പരിപോഷിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നത് അവരും അമ്മ തന്നെയാണ്. അപ്പം മാതൃദൈവോ ഭവ എന്ന് പറഞ്ഞാൽ ശരിക്കും ത്യാഗം സഹിച്ചിരിക്കുന്നത്, ജന്മം നൽകാതെ മറ്റൊരാളുടെ കുട്ടിയെ തൻ്റെ കുട്ടി എന്ന ഭാവത്തിൽ വളർത്തുന്നതാണ് ഏറ്റവും വലിയ ഒരു മാതാവിൻ്റെ ത്യാഗം എന്ന് പറയുന്നത്. എന്നാണോ യശോദാമ്മയ്ക്ക് ഇത് തൻ്റെ പുത്രൻ ഞാൻ പ്രസവിച്ച കുട്ടിയല്ല എന്ന് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ദുഃഖം ജീവിതകാലം മുഴുവൻ നിലനിന്നിരുന്നു. വിരഹദുഃഖത്തിൽ വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ വിരഹത്തിന് കാരണമായി ഭവിക്കുമ്പോഴാണ്, അക്രൂരർ പറയുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ വസുദേവരുടെ പുത്രനാണെന്നൊക്കെ നന്ദഗോപരും അക്രൂരും ചേർന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ. ജന്മം നൽകിയ മാതാവിനെ കാണുമ്പോഴും ശ്രീകൃഷ്ണൻ ഇതെല്ലാം പറഞ്ഞിട്ട് മാനുഷിക തലത്തിൽ നിന്നുള്ള ഭാവനയിലല്ല അമ്മയെ കാണുന്നത്. ദേവകിക്ക് പിന്നീടുള്ള അവസരങ്ങളിൽ സന്തോഷത്തെ, ആനന്ദത്തെ പകർന്നു കൊടുത്തതായിട്ടൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.